വെൽക്കം ടു 1985 V5. വിയറ്റ്നാമിൽ ഇന്ന് ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് എല്ലാവരും വളരെ ഉത്സാഹത്തിലാണ്. ഞങ്ങൾ ഹലോങ് ബേ കാണാൻ പോവുകയാണ്. ഹനോയ് സിറ്റിയിൽ നിന്നും 2.5 മണിക്കൂർ കിഴക്കോട്ടുള്ള യാത്ര. ഗൾഫ് ഓഫ് ടോങ്കിങ്ങിലാണ് ഹലോങ് ബേ ഉള്ളത്. ഈ യാത്രയിലും മനോഹരമായ കാഴ്ചകൾ. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു. 1000 വർഷങ്ങൾക്ക് മുമ്പേ രൂപപ്പെട്ട ലൈംസ്റ്റോൺ ഗുഹകളും പില്ലേഴ്സും കാസും ഒക്കെയാണ് ഹലോങ് ബേയിൽ ഉള്ളത്. പ്രകൃതിയുടെ 7 അത്ഭുതങ്ങളിൽ ഉൾപ്പെട്ട ഹലോങ് ബേ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുന്നു. ഇതാ ഞങ്ങൾ ഹലോങ് ബേയിൽ എത്തിയിരിക്കുന്നു. ഒരു പകൽ മുഴുവനുള്ള ഷിപ്പ് ക്രൂസിനാണ് ഞങ്ങൾ ഒരുങ്ങുന്നത്. ഷിപ്പ് ക്രൂസിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഞങ്ങളുടെ ഒപ്പമുണ്ട്. ഹംഗറി, ഇറ്റലി, തായ്ലൻഡ്, തായ്വാൻ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ടൂറിസ്റ്റുകൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. ക്രൂസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ക്രിസ്റ്റൽ ക്ലിയർ ഗ്രീൻ വാട്ടർ, അതാണ് ഈ ഹലോങ് ബേയുടെ പ്രത്യേകത. ആഴം കുറവാണ്. 33 ഫീറ്റാണ് മാക്സിമം ആഴം. അല്ല, നീന്തലറിയാത്ത എന്നെ പോലുള്ളവർക്ക് ആഴം കുറഞ്ഞാലും കൂടിയാലും എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ ലഞ്ച് റെഡിയായിരുന്നു. ഹലോങ് ബേ എത്തുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ഓ, സ്റ്റണ്ണിങ് ലൈംസ്റ്റോൺ മൗണ്ടൻസ് റൈസിംഗ് അപ്പ് ഫ്രം എമറാൾഡ് വാട്ടർ. ഹലോങ് ബേയെ കുറിച്ച് ഒറ്റ സെൻറ്റൻസിൽ പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈ കടൽക്കാറ്റേറ്റ് നിൽക്കാൻ എന്തൊരു സുഖമാണെന്നോ. മനുഷ്യവാസമില്ലാത്ത കൊച്ചു ദ്വീപുകൾ. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്തോ ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്നു. ഹാലോങ് എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന ഡ്രാഗൺ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഡ്രാഗൺ എന്നാണ് അർത്ഥം. സ്വർഗത്തിൽ നിന്നും വിയറ്റ്നാമീസിനെ രക്ഷിക്കുവാൻ വേണ്ടി മദർ ഡ്രാഗൺ ഇവിടെ വന്നു താമസിക്കുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം. ഈ കാടുകളിൽ മനുഷ്യരില്ലാന്നേ ഉള്ളൂ, മറ്റ് മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വളരെ പണ്ട് മനുഷ്യരും ഇവിടെ താമസിച്ചിരുന്നു അത്രേ. പക്ഷേ ബോട്ടുകളിലാണ് അവർ ഫിഷിംഗ് ചെയ്ത് ഉപജീവനം നടത്തിയിരുന്നു. ഞങ്ങളിപ്പോൾ ടീ ടോപ്പ് ഐലൻഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഐലൻഡാണ് ടീ ടോപ്പ് ഐലൻഡ്. 1962 ഇവിടെ വിസിറ്റ് ചെയ്തിരുന്ന റഷ്യൻ കോസ്മോനോട്ട് ടീറ്റോവിൻ്റെ പേരാണ് ഈ ഐലൻഡിന് ഉള്ളത്. ഇതൊരു പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അത്രയും മനോഹരവുമാണ്. നമ്മളുടെ ഒരു പാട്ടില്ലേ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന്. സത്യത്തിൽ ഇവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് പാട്ട് ഓർമ്മ വന്നു. 120 കിലോമീറ്റർ കോസ്റ്റ് ലൈനാണ് ഹലോങ് ബേ.
ഹലോങ് ബേയിൽ മൊത്തമായി 1969 ഐലൻഡ്സ് ഉണ്ട്. പക്ഷേ ഇതുപോലെ ഡെവലപ്പ് ചെയ്തെടുത്ത ഐലൻഡുകൾ 5-6 മാത്രമേ ഉള്ളൂ. ലൈംസ്റ്റോൺ കാസ്റ്റിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദൃശ്യമാണ് ഇവിടെ. ക്രിസ്റ്റൽ ക്ലിയർ ഗ്രീൻ വാട്ടർ. കൂടുതൽ ഷിപ്സിൽ നിന്നും ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മൗണ്ടിൻ്റെ മുകളിലേക്ക് 450 സ്റ്റെപ്സ് ഉണ്ട്. അത് കയറി ടോപ്പിലെത്താം. മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച വിവരിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് മനോഹരമാണ്. നേർത്ത നനഞ്ഞ നിലാവ് പോലെയെന്ന് ഏതോ കവി പാടിയത് എനിക്കിപ്പോൾ ഓർമ്മ വരിക. പലയിടത്തും ഈ ലൈംസ്റ്റോൺ ഡിസോൾവ് ആയിട്ട് കേവ്സ് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അവിടേക്കാണ് ഇപ്പം ബോട്ടിൽ പോണത്. ഞങ്ങളിപ്പോൾ സ്പീഡ് ബോട്ടിലാണ് ഉള്ളത്. Okay, now I will ask the boat captain in few minutes where I will take a picture here. But please see the Lotus Flower Rock Formation. Yes, you see Lotus Flower Rock Formation. Look at my hand first and see the rock later. Yeah, over there. Oh yeah. Okay, now we have a few minutes for taking picture team by team over here. Yeah. ഈ ഐലൻഡിന് കങ്കാരു ഐലൻഡ് ആണെന്നാണ് പറയണമെന്നാണ്
ഗൈഡ് പറയുന്നത്. ഞങ്ങളുടെ ഗൈഡാണ് ഇപ്പോൾ കാണിച്ചത് ടൈഗർ. പല ഷേപ്പിലുമായിട്ട് ഈ മൗണ്ടൻസ് രൂപപ്പെട്ട് വന്നതുകൊണ്ട് അതിന് പല പേരുകളും ഇവർ ഇട്ടിട്ടുണ്ട്. പണ്ടിവിടെ ഫ്ലോട്ടിംഗ് വില്ലേജസ് ഉണ്ടായിരുന്നു അത്രേ. ഫിഷിംഗ് കൊണ്ട് ജീവിച്ചിരുന്ന കൂട്ടർ. അവർ ബോട്ടുകളിൽ തന്നെയാണ് കഴിയുക. ഇങ്ങനെ ടൈഫൂണൊക്കെ ഉണ്ടാവുമ്പം അവർ ഈ കേവ്സിൻ്റെ ഉള്ളിലേക്ക് പോവും. അവിടെ അവർക്ക് വെള്ളമൊക്കെ ഫ്രഷ് വാട്ടറൊക്കെ കിട്ടുമത്രേ അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നു. അങ്ങനെ അവർ ഈ ചുഴലിക്കാറ്റൊക്കെ കഴിയുന്നവർ അതിൻ്റെ ഉള്ളിൽ താമസിക്കും. ഈ സ്പീഡ് ബോട്ട് എക്സ്പീരിയൻസ് വളരെ ത്രില്ലിംഗ് ആയിരുന്നു. നമ്മളിപ്പോൾ സുങ്സോട്ട് കേവിലാണ്. സർപ്രൈസ് കേവ് എന്നും പറയും. ബോഹോൺ ഐലൻഡിലാണ് ഈ കേവ് ഉള്ളത്. ഏറ്റവും വലുതും അതിശയകരവുമായ ഒരു ലൈംസ്റ്റോൺ കേവ്. ഈ കേവിൻ്റെ അകം വളരെ വിശാലമാണ്. 1000 പേർക്ക് വരെ ഇതിൻ്റെ അകത്ത് നിൽക്കാമത്രേ. ഇതിൻ്റെ എൻട്രൻസ് ചെറുതാണെങ്കിലും ഉള്ളിൽ കടന്നു കഴിയുമ്പം വിശാലമാണ്. ലൈംസ്റ്റോൺ ഇറോഷൻ കാരണമാണ് ഈ രൂപങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഈ ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത്. ടൂറിസ്റ്റുകളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണത്രേ ഇത്. ഞങ്ങൾ ഷിപ്പിൽ തിരിച്ചെത്തി. ഇപ്പോൾ അപ്പർ ഡെക്കിൽ കാഴ്ചകൾ കാണുകയാണ് കേട്ടോ. ഇവിടെ നിന്നിട്ടുള്ള കാഴ്ച ഒരു വേറെ തന്നെയാണ്. ടുറൂം എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് ഇവരിപ്പം പ്ലേ ചെയ്യുന്നത്. ഇത് ബാംബു സൈലോഫോൺ തന്നെയാണ്. പക്ഷെ വിയറ്റ്നാമിൽ പറയുന്ന പേര് ടുറൂം എന്നാണ്. കാണികൾ കൂടി വരുന്നുണ്ട്. ഞങ്ങളുടെ ക്രൂസ് കഴിയാറായിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചെത്തുകയാണ്. സൺസെറ്റ് ആവാറായി. സൂര്യനെ കണ്ടില്ലേ, എന്ത് ഭംഗിയാലേ, വളരെ ക്ലിയറായിട്ട്.
ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.